റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് റെഡ് ലൈൻസ് റഷ്യൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റെഡ് ലൈൻ, നാറ്റോ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ആക്രമണം നടത്താൻ പാടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ നാറ്റോയുമായി മൂന്നാം ലോക മഹായുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു റെഡ് ലൈൻ ആയിരുന്നു റഷ്യക്കാർ നൽകിയിരുന്നത്. ഈ റെഡ് ലൈൻ യുക്രൈൻ ബ്രേക്ക് ചെയ്തു എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം പല മാസങ്ങൾക്ക് മുൻപ് തന്നെ യുക്രൈനിയൻസ് റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് പോയി റഷ്യയുടെ ഓയിൽ റിഫൈനറീസ്, റഷ്യയുടെ ഇൻഡസ്ട്രീസ് എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു. ഒരു സമയത്ത് ഏകദേശം റഷ്യയുടെ 15% എണ്ണ ശുദ്ധീകരണശാലകളെ ഇവർ ആക്രമിച്ചിരുന്നു. എന്നാൽ ഇത്രയേറെ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടും റഷ്യയിൽ പെട്രോൾ വില ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. റഷ്യയുടെ പെട്രോളിയം ആൻഡ് ഓയിൽ പ്രൊഡക്ഷനിൽ ഇതുവരെയും യാതൊരു നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല. കൂടാതെ യുക്രൈനിയൻസിന്റെ ഈ ഒരു ആക്രമണം എന്നത് യുദ്ധകളത്തിൽ തന്ത്രപരമായും അല്ലെങ്കിൽ റഷ്യൻ ആളുകൾക്കിടയിൽ ചെറിയൊരു ആശയക്കുഴപ്പത്തെയോ പുടിന് എതിരെ ഒരു അസംതൃപ്തിയോ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, യുക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇതിന് മുൻപ് ചരിത്രത്തിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഒന്ന്, കൊസോവ എന്ന പട്ടണം യുക്രൈനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂപ്രദേശം വൈസ് നോക്കുകയാണെങ്കിൽ 10,848 സ്ക്വയർ കിലോമീറ്റർ ആണ്. എന്നാൽ യുക്രൈനെ നോക്കിയാൽ 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. എത്രത്തോളം വ്യത്യാസമെന്ന് നിങ്ങൾ തന്നെ നോക്കുക. എന്നാൽ ഈ കൊസോവ എന്ന ചെറിയ പട്ടണത്തിൽ 1999 നാറ്റോ സൈന്യം 78 ദിവസത്തിൽ ഏകദേശം 36,000 എയർ സോർട്ടീസ് നടത്തി. അതിൽ 10,000-ലധികവും സ്ട്രൈക്ക് മിഷൻസ് ആയിരുന്നു. ഇത്രയേറെ എയർ സോർട്ടീസ് അവർ നടത്തിയതിന്റെ ഫലമായി കൊസോവയും പരിസര പ്രദേശങ്ങൾ, അതായത് സെർബിയയിലുള്ള പ്രധാനപ്പെട്ട സൈനിക സ്ഥാപനങ്ങൾ എല്ലാം തന്നെ തകർന്നു. ട്രൂപ്സിനെ അകത്തേക്ക് ഇറക്കാതെ എയർ ക്യാമ്പയിനിലൂടെ മാത്രം സെർബിയയെ കൊസോവയിൽ നിന്നും അവർ പുറത്താക്കി. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ നോക്കിയാൽ, യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇപ്പോൾ വരെയും ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളാണ് അവിടെ നടത്തുന്നത്. ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ 70,000 ടൺ ബോംബ് ഇസ്രായേൽ ഗാസയിൽ വർഷിച്ചിട്ടുണ്ട്. 40,000 ടാർഗറ്റ്സിനെ ഇസ്രായേൽ ഗാസയിൽ നശിപ്പിച്ചിട്ടുണ്ട്. എസോട്ടീസ് അല്ല പറയുന്നത്, ടാർഗറ്റ്സ് മാത്രം 40,000 ഉണ്ട്. ഇപ്പോ ഈ ഗാസയുടെ ചതുരശ്ര കിലോമീറ്റർ എത്രയാണ് എന്ന് നോക്കിയാൽ വെറും 360 മാത്രമാണ്. അപ്പോ ചിന്തിച്ചു നോക്കുക, 10,000 സ്ക്വയർ കിലോമീറ്റർ എവിടെ? ഈ 360 സ്ക്വയർ കിലോമീറ്റർ എവിടെ? യുക്രൈന്റെ 6 ലക്ഷം എവിടെയാണെന്ന്. അപ്പോ വലിപ്പത്തിന്റെ കണക്കെടുത്താൽ വലിപ്പം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നമ്മളെ കൊണ്ട് ഫാക്ടറീസും പ്രധാനപ്പെട്ട സൈനിക സ്ഥാപനങ്ങളും അവിടെ വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങളും ബോംബ്സും നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും. അങ്ങനെ നോക്കിയാൽ കൊസോവ, ഗാസ ഇവ രണ്ടും വളരെ ചെറിയ പ്രദേശങ്ങളാണ്. ഈ 2 ചെറിയ പ്രദേശങ്ങളിൽ തന്നെ ഇത്രത്തോളം അധികം ബോംബ്സും എയർക്രാഫ്റ്റ്സും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ യുക്രൈൻ പോലെ 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു ഭൂപ്രദേശത്ത് റഷ്യൻസ് കൂടുതൽ സോർട്ടീസ് ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ. ഇതിലും കൂടുതൽ സോർട്ടീസ് ഉപയോഗിക്കണം. പക്ഷെ കൊസോവയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയാൽ ഏതാണ്ട് നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും ആ ഒരു വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിരുന്നു. തുർക്കി, ജർമ്മനി, ഫ്രാൻസ്, UK, അമേരിക്ക, ഇങ്ങനെ ഒരുപാട് കൺട്രീസ്, ഗ്രീസ് ഒഴികെ എല്ലാ കൺട്രീസും ഈ ഒരു വ്യോമാക്രമണത്തിൽ ഉണ്ടായിരുന്നു. മറുവശത്ത് നോക്കിയാൽ ഗാസ യുദ്ധത്തിൽ യുക്രൈനിയൻസ് അവരുടെ വിമാനങ്ങളെ അൺചാലഞ്ചറായി തന്നെ അകത്തേക്ക് കൊണ്ടുപോവുകയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. കാരണം ഗാസിൽ യാതൊരു എയർ ഡിഫൻസ് സിസ്റ്റവും ഇല്ല. പ്രധാനമായും ഹമാസിന്റെ പക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ എയർക്രാഫ്റ്റ്സ് എല്ലാം വളരെ എളുപ്പത്തിൽ അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്തു. ഇനി എയർ സുപ്പീരിയോറിറ്റിയെ സംബന്ധിച്ച് അത് ഇസ്രായേലിന്റെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ റഷ്യയിലേക്ക് വരുമ്പോൾ കഥ മറ്റൊന്നാണ്. യുക്രൈനിയൻസ് വളരെ കഠിനമായി തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം വച്ചിരുന്നു. കൂടാതെ അവർക്ക് ഫൈറ്റർ ജെറ്റ്സും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനും ഉപരി റഷ്യൻ വിമാനങ്ങൾ അകത്തേക്ക് പോവുകയും എയർ ക്യാമ്പയിനിങ് നടത്തുകയും ചെയ്തു. അപ്പോ റഷ്യക്കാർ ചെയ്യുന്നത് എയർ ക്യാമ്പയിനിങ്ങിന് പകരം മിസൈൽ ക്യാമ്പയിനും ചാവേ ഡ്രോൺസും ഒക്കെയാണ് അയക്കുന്നത്. ഈ ചാവേ ഡ്രോൺസ് മിസൈൽ ഉപയോഗിച്ച് മാത്രം യുക്രൈനിയൻ മിലിറ്ററീസ്, സിവിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ വളരെ കഠിനമായ ആക്രമണം തന്നെ റഷ്യ നടത്തി. എങ്കിലും യുക്രൈനിയൻ മിലിറ്ററിയോ
ഉക്രൈനിയൻ സിവിൽ സർവീസസോ മുഴുവനായും അവരുടെ ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടപ്പെടുത്തിയതായി റിപ്പോർട്ട്സ് ഒന്നും തന്നിട്ടേയില്ല. തീർച്ചയായും റഷ്യക്കാർ നടത്തുന്ന ആക്രമണം എന്നത് ചില ദിവസത്തേക്ക് ഉക്രൈനിയൻകാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ദീർഘകാലത്തേക്ക് തുടർച്ചയായി ഒന്നും തന്നെ റഷ്യ നൽകിയിട്ടില്ല. അപ്പോ റഷ്യ ഒരു വശത്ത് ഉക്രൈനിയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഉക്രൈൻ ചില ദിവസത്തിൽ അവരുടെ ഗ്രിഡ് എല്ലാം ശരിയാക്കുന്നു എന്നുള്ളപ്പോൾ യുക്രൈൻ അവരുടെ പക്കലുള്ള പരിമിതമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, അതും ലോകത്തിലെ ഏറ്റവും വലിയ കൺട്രിയായ റഷ്യ അറ്റാക്ക് ചെയ്ത് അവരെ ഉന്മൂലനം ചെയ്യുമോ എന്നുള്ളത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. കൂടാതെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. 15% റഷ്യയുടെ ഓയിൽ റിഫൈനറീസിനെ മുഴുവനായും റഷ്യ നശിപ്പിച്ചുവെന്ന്. അതും ഉക്രൈന്റെ വ്യോമാക്രമണം വഴിയാണ്. എയർ ക്യാമ്പയിൻ എന്നുള്ളപ്പോൾ ഫൈറ്റർ ജെറ്റിനെ കുറിച്ചല്ല പറയുന്നത്. മിസൈൽസും ചാവേ ഡ്രോൺസും ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിച്ചു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന അറ്റാക്സിൽ 15% നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയിൽ യാതൊരു പെട്രോളിന്റെ വിലയും വർദ്ധിച്ചിട്ടില്ല. റഷ്യയുടെ ഓയിൽ എക്സ്പോർട്സിലും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 15% ഒറ്റ ദിവസത്തിലല്ല സംഭവിച്ചത്. ഈ യുദ്ധത്തിന്റെ മുഴുവൻ പീരീഡിൽ നടന്ന അറ്റാക്സ് ആണ്. അതുമാത്രം അല്ല, 15% എന്നത് പാസ്റ്റിലാണ് സംഭവിച്ചത്. ഇപ്പൊ നിലവിൽ ആക്രമിച്ച ഓയിൽ റിഫൈനറീസിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ 100% അവയെല്ലാം പ്രവർത്തനക്ഷമമാണ്. വെറും ചില ദിവസത്തിൽ റഷ്യൻസ് അവയെല്ലാം തന്നെ, ഈ ഓയിൽ റിഫൈനറീസിനെ എല്ലാം തന്നെ വീണ്ടും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ഉക്രൈനിയൻസ് ചെയ്യുന്ന ഈ അറ്റാക്സ് എന്നത് കാണുമ്പോൾ ഒരു ഫലപ്രദമായി തോന്നിയേക്കാം. ട്വിറ്ററിലും മറ്റ് പ്രധാനപ്പെട്ട പാശ്ചാത്യ മാധ്യമങ്ങളുടെ മീഡിയ ഔട്ട്ലെറ്റ്സിലൊക്കെ ഹെഡ്ലൈൻ ആക്കി കൊടുക്കാൻ നല്ല കാര്യമായിരിക്കും. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിൽ ആക്രമണം നടത്തി എന്നൊക്കെ ഒരു തലക്കെട്ട് കൊടുക്കാൻ നല്ലതാണ്. എന്നാൽ അറ്റാക്ക് നടന്ന് അവസാനിച്ചതിനു ശേഷം റഷ്യ ചില ദിവസത്തിൽ തന്നെ അവരുടെ എണ്ണ ശുദ്ധീകരണശാലകളെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നു. കൂടെ ഒരേ സമയത്ത് റഷ്യയെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയെയോ റഷ്യൻ മിലിറ്ററി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെയോ അറ്റാക്ക് ചെയ്യുന്നത്ര ക്യാപ്പബിലിറ്റി നാറ്റോയ്ക്ക് പോലും ഇല്ല. ഇത് തന്നെയാണ് യഥാർത്ഥമായ സത്യം. അപ്പോ ആരംഭത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു നിഗമനം, ഉക്രൈനിയൻസ് നാറ്റോയുടെ പക്കൽ നിന്ന് വരുന്ന അത്രയും ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ ഇൻഡസ്ട്രീസിനെയും ഓയിൽ റിഫൈനറീസിനെയും ആക്രമിച്ച് റഷ്യ ഈ യുദ്ധത്തിൽ നിന്നും പിന്തള്ളുമെന്ന് ചിന്തിച്ചു. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാതെ ഇന്നത്തെ ദിവസം ഈ ഒരു അറ്റാക്ക് എല്ലാം വെറും പ്രൊപ്പഗൻഡ അറ്റാക്സ് ആയി മാത്രം അവശേഷിച്ചു. ഇതിലൂടെ നമുക്ക് വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ കൺട്രി എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും യുദ്ധത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമുക്ക് വേറിട്ട് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ പ്രത്യേകമായി നിർമ്മിക്കുമ്പോൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ വ്യോമസേനയാണെങ്കിൽ പോലും അവർ നമുക്കെതിരെ ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ എല്ലാ ടാർഗറ്റ്സിനെയും ലക്ഷ്യം വെച്ച് നിർവീര്യമാക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ കൊസോവയിലും ഗാസയിലും സംഭവിച്ചത്, അതുപോലെ ഉക്രൈനിലോ റഷ്യയിലോ സംഭവിക്കില്ല എന്നുള്ളതിന് ഇത് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, റഷ്യക്കാർ ഇതിനെ ഒരു റെഡ് ലൈനായി നൽകേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. കാരണം ഉക്രൈനിയൻകാരെ കൊണ്ട് എന്നായാലും റഷ്യയുടെ ഇൻഡസ്ട്രീസിനെയോ റഷ്യയുടെ ഓയിൽ റിഫൈനറീസിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെയോ പുടിനെതിരെ തിരിക്കാൻ സാധിക്കുകയില്ല. അതും ഇത്രയും പരിമിതമായ റിസോഴ്സസ് ഉപയോഗിച്ച് അവരെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.